ഭാഗവത സപ്താഹം ഇന്ന് നടക്കുന്ന ഈ ഒരു സപ്താഹത്തിൻ്റെ ശൈലിയിൽ ചെറിയൊരു മാറ്റം അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ സാർവത്രികമല്ല. നുച്ചൂർ സ്വാമികൾ അദ്ദേഹം തിരുവനന്തപുരത്ത് അഭേദാശ്രമത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് എല്ലാ വർഷവും വരുന്നുണ്ട് ഒരു സപ്താഹം. പക്ഷെ അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗവതം മുഴുവനല്ല, ഭാഗവതം ഇപ്പോൾ മൂന്നാമത്തെ സ്കന്ധത്തിലോ മറ്റേ എത്തിയിട്ടുള്ളൂ. അദ്ദേഹം എത്തിയിട്ടുള്ളൂ. ഒരാഴ്ച അദ്ദേഹം എല്ലാ വർഷവും അഭേദാശ്രമത്തിൽ വരുന്നുണ്ട്. അപ്പം ഈ രീതിയിൽ നമുക്കും പാരായണം മുഴുവനായിട്ട് ചെയ്യുക, പ്രഭാഷണം വിസ്തരിച്ച്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പട്ടത്ത് ഒരു ഫ്ലാറ്റിൽ ഞാനൊരു സപ്താഹം നടത്തിയിരുന്നു. ഏകാദശം മാത്രം, പാരായണം മുഴുവൻ, പക്ഷേ സപ്താഹം മുഴുവൻ ഏകാദശ സ്കന്ധം മാത്രം. ധാരാളം പേരുണ്ടാവുകയും ചെയ്തു. അവർക്ക് വളരെ, കാരണം ഏകാദശം നമ്മൾ ഈ ഭാഗവത സപ്താഹത്തിൽ കാര്യമായിട്ട് സ്പർശിക്കാതെ പോവുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വേഗത്തിലാണ്. അതെ, അവവൃതസ്ഥാനം 11 മണിക്ക് അവവൃതസ്ഥാനത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് ഏകാദശമൊന്നും പറയാൻ സമയമില്ല. അതാണ് അത്. ഏകാദശം മാത്രം ഒരു ഭാഗവത സപ്താഹം. ഈ രീതിയിൽ നമുക്ക് ആ ഭാഗവത സപ്താഹത്തെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗവത അനുസന്ധാനം ആ രീതിയിൽ മാറിക്കഴിഞ്ഞാൽ ഭാഗവതത്തിലെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ കേൾക്കാത്ത എത്രയോ കാര്യങ്ങളുണ്ട് ഭാഗവതത്തിൽ. കാരണം ഈ പറഞ്ഞ പോലെ കൃഷ്ണാവതാരവും നരസിംഹാവതാരവും സ്വയംവരവും പിന്നെ കുചേല വൃത്തവും കഴിഞ്ഞു പരിപാടി. അതിലൊരു മാറ്റമാണ് നിർദ്ദേശിച്ചത്. അത് മുരളീധര ശർമ്മ, സുന്ദരകുമാർ എന്ന് പറഞ്ഞിട്ട് ഭാഗവത ആചാര്യൻ തമിഴ്നാട്ടിലിത് ചെയ്യുന്നുണ്ട്, അനുവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കും അത് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ആചാര്യൻ, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഭാഗവത ആചാര്യന്മാർക്കെല്ലാം അറിയുന്നൊരു കാര്യമാണ്. ഗുരുവായൂരിൽ തുടർച്ചയായിട്ട് നമ്മൾ കുറച്ച് വർഷം 41 ദിവസം അല്ലേ ഹരി, എന്താ അതിൻ്റെ പേര്? ഭാഗവത ത്രിപക്ഷം കോഴിയോട് ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെ ഉത്സാഹത്തിൽ കുറേ വർഷങ്ങൾ ഭാഗവത ത്രിപക്ഷം എന്ന് പറഞ്ഞിട്ട് നടത്തി. എന്തൊരു എഫക്റ്റീവായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ ഓരോ അധ്യായം തരികയല്ലേ, ആ അധ്യായം നമ്മൾ ഇതുവരെ നോക്കിയിട്ടേ ഇല്ലാത്ത അധ്യായങ്ങളാണ്. അത് ഓരോ ശ്ലോകവും കുത്തിയിരുന്ന് പഠിച്ചിട്ട് പോയിട്ടാണ് വ്യാഖ്യാനം. കാരണം ഒരൊറ്റ അധ്യായമാണ് ഒരു പ്രഭാഷണം, 1.5 മണിക്കൂർ പ്രഭാഷണം. അത് ഇതുവരെ കാണാത്ത അധ്യായം അവ ശരിക്കും പഠിച്ചു. അതുകൊണ്ട് ധാരാളം ഭാഗവത ആചാര്യന്മാർ ആ ത്രിപക്ഷത്തിലൂടെ അസലായിട്ട് ഭാഗവതം പഠിച്ചവരുണ്ട്. അതുകൊണ്ട് അത് നല്ലൊരു വഴിയാണ്. അത് എന്തായാലും വേണുചേട്ടൻ്റെ നല്ലൊരു നിർദ്ദേശമാണ്. ഇനി നമുക്ക് സ്വാമിജിയിലേക്ക് പോകാം. സ്വാമിജി സന്യാസത്തെക്കുറിച്ച് പറഞ്ഞു. അതൊരു വൈയക്തികമായിട്ട് സന്യാസ ആശ്രമത്തിലേക്ക് എത്തുന്നതിൻ്റെ പ്രാധാന്യമാണ് പറഞ്ഞത്. മുക്തിയിലേക്ക് എത്തുക, നസ പുനരാവർത്തതേ എന്നതിലേക്ക് എത്തുക എന്നാണ് പറഞ്ഞത്. ഞാൻ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് സ്വാമിജിയുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അങ്ങനെ അവനവൻ മുക്തിയിലേക്ക് എത്തിയാൽ മതിയോ? അവനവൻ മോക്ഷത്തിലേക്ക് എത്തുന്നതാണോ യഥാർത്ഥത്തിൽ? അതല്ലാതെ ഒരു സമാജമില്ലേ, ഒരു സമൂഹം? കാരണം നമ്മൾക്ക് അറിയാം, നമ്മൾ പറഞ്ഞു പണ്ടത്തെ കുലഗുരുക്കന്മാർ, വസിഷ്ഠനായാലും മറ്റുള്ള എത്രയോ കുല ഗുരുക്കന്മാർ, അവരൊരു വലിയ സാമ്രാജ്യത്തെ തന്നെ നയിക്കാൻ വേണ്ടി ചക്രവർത്തിമാരെ പ്രാപ്തരാക്കിയവരാണ്. ആ ഒരു ചുമതല നമ്മുടെ സന്യാസി സമൂഹത്തിനില്ലേ? അപ്പോൾ അതിലേക്ക് കടക്കേണ്ടതല്ലേ? എന്നാൽ ഇന്ന് പല ആശ്രമങ്ങളും അവരുടെ സ്കൂള്, അവരുടെ കോളേജ്, അവരുടെ അധ്യാപകരെ നിയമിക്കുക, അതിന് കൈക്കൂലി വാങ്ങിക്കുക, അങ്ങനെ എന്തൊക്കെയോ പരിപാടികളിൽ അങ്ങ് പോവുകയാണ് പല ആൾക്കാരും. അതിലുപരിയായിട്ട് നമുക്ക് സമാജത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സന്യാസിമാർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ രീതിയിൽ ഇന്ന് ആ തരത്തിലുള്ള പ്രയത്നം. കാരണം സ്വാമിജി ഇപ്പം നേരത്തെ എരുമേലിയിലായിരുന്നു, ഇപ്പോൾ ഉമ്പർനാട് മാവേലിക്കരയിലാണ്, സിദ്ധാശ്രമത്തിലാണ് സ്വാമിജി. നമ്മുടെ മാർഗദർശക മണ്ഡലിൻ്റെ ജനറൽ സെക്രട്ടറി ആണ്, നേരത്തെ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കേരളത്തിലുള്ള എല്ലാ ആശ്രമങ്ങളുമായിട്ടും എല്ലാ സന്യാസിമാരുമായിട്ടും സ്വാമിജിക്ക് ആശ്രമങ്ങളുമായിട്ടൊക്കെ വ്യക്തിബന്ധമുണ്ട്. അതുകൊണ്ടാണ് സ്വാമിജി ഒന്ന് ഉത്സാഹിച്ചിറങ്ങിയാൽ ചിലപ്പോൾ അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും.
വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഒരുപോലെ സന്യാസിക്കും അതുപോലെ തന്നെ ഗൃഹസ്ഥനും ഗുണകരം ആക്കാൻ കഴിയുന്ന ഒരു ഉത്തരം കിട്ടുന്ന ചോദ്യം. ഏതായാലും വളരെ സന്തോഷം. സന്യാസം പൊതുവെ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ഒപ്പം തന്നെ രാമകൃഷ്ണ മിഷൻ സ്വീകരിച്ചിട്ടുള്ള ഒരു ആപ്തവാക്യമുണ്ട്. ആത്മനോ മോക്ഷാർത്ഥം ജഗദ്ഗീതായച്ച. ആത്മാവിന് തനിക്ക് മോക്ഷത്തിനും ജഗത്തിന് ലോകത്തിന് സുഖത്തിനും നല്ലതിനും. ഇത് പ്രാചീന കാലം മുതലേ ഈ ഒരു ആദർശത്തോടു കൂടിയാണ് ഈ മോക്ഷാർത്ഥികൾ ഭാരതത്തിൽ ജീവിച്ച് വന്നിട്ടുള്ളത്. അവർ ഒരിക്കലും ഈ മോക്ഷം എന്നത് അവിടെ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യത്തിലും സ്വാർത്ഥത അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അവർ ലോകത്തിന് വേണ്ടി തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ സമയത്ത് വേദകാലങ്ങളിലൊക്കെ ഈ കുട്ടികളുണ്ടാവാത്ത രാജാക്കന്മാർ, അതുപോലെ തന്നെ വലിയ പ്രഭുക്കന്മാർ, അവരൊക്കെ ഈ നിമിത്തം ചെയ്യിക്കുക എന്നൊന്നുണ്ടായിരുന്നു അന്ന് വേദകാലത്ത്. നിമിത്തം ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മഹായോഗികളുള്ള സന്യാസിമാരുടെ ബീജം സ്വീകരിക്കും. കാരണം എന്താണ്? അവർ പിന്നെ അവരുടെ പുറകെ ചെല്ലില്ലേ, അതുകൊണ്ടാണ് പിടി കിട്ടിയ. സാധാരണ ആളുകളാണെങ്കിൽ പിന്നെ കൊട്ടാരത്തിൽ കയറി ഇറങ്ങും. ഈ സന്യാസി അങ്ങനെയുള്ളവരായിരുന്നത് കൊണ്ട് നല്ല പ്രജയെ, ആ രാജാവിന് നല്ല ഉത്തമ സന്താനത്തെ കൊടുക്കുന്നതിന് വേണ്ടി മാത്രം രാജാവ് അപേക്ഷിക്കുന്നത് കൊണ്ട് നിമിത്തത്തിന് തയ്യാറാകുമായിരുന്നു. ഇത് സന്യാസി അങ്ങനെ ചെയ്തിരുന്നത് അവിടെ രാജ്യം അനാഥമാക്കി പോകാൻ ഇടവരരുത്, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. അതുകൊണ്ട് തനിക്ക് വേണ്ടിയിട്ടുള്ള ജീവിതമായിരുന്നില്ല പൂർവ്വകാലത്തും ഒരു കാലത്തും സന്യാസി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദേശം തന്നെ നിർമ്മിച്ചത് വാസ്തവത്തിൽ സന്യാസിമാരാണെന്നാണ് പറയുക. സന്യാസിമാരാലാണ് ഈ നമ്മുടെ, അതായത് നമ്മുടെ ഒരു വലിയ മന്ത്രമുണ്ടല്ലോ, ഈ ഞാനത് ഓർക്കുന്നില്ല, വലിയൊരു മന്ത്രം, സാധാരണ രീതി നമ്മളെപ്പോഴും എടുത്ത് പ്രയോഗിക്കുന്നൊരു മന്ത്രമുണ്ട്. ഓർക്കുമ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഓർക്കുന്നില്ല തൽക്കാലം. അതായത് ഈ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് രാജ്യം ഏതൊക്കെ സമയത്താണോ ആപത്ഘട്ടത്തിലേക്ക് പോകുന്നത്, എപ്പോൾ ഏതെങ്കിലും സമയത്ത് രാജ്യത്തിന് ആപത്തിനുള്ള ഒരു സാധ്യത വന്നാൽ ആ സമയത്ത് രാജ്യത്തെ രക്ഷിക്കുന്നതിനുള്ള ബാധ്യത സന്യാസിമാർ സ്വയം ഏറ്റെടുത്തിരുന്നു. ഇപ്പോൾ ചോളന്മാരുടെയൊക്കെ കാലം നമ്മളിപ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭരണകാലം, ചാലൂക്യന്മാരുടെ ഭരണകാലം. ചാലൂക്യന്മാരുടെ ഭരണകാലത്ത് വളരെ വ്യാപകമായ രീതിയിൽ പരിവർത്തനങ്ങൾ, ധർമ്മപരിവർത്തനങ്ങൾ ഒക്കെ നടന്ന സമയത്ത് രാജ്യം ശിഥിലമാകും എന്ന ഒരു അവസ്ഥ വരുമ്പോൾ പ്രഭാകര ഗുരു എന്നൊരു മഹാസന്യാസിയാണ്. അവിടെ 2-3 പക്ഷങ്ങളൊക്കെ വന്നിരുന്നു, ശൈവപക്ഷവും വൈഷ്ണവപക്ഷവും തുടങ്ങിയ രീതിയിലൊക്കെ വലിയ ചേരിതിരിവ് വന്നിരുന്നു ചാലൂക്യന്മാരുടെ സമയത്ത്. അപ്പോൾ ആ സമയത്താണ് അതിനെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഈ പ്രഭാകര ഗുരു രാജ്യരക്ഷ ഏറ്റെടുത്ത് സമാജത്തെ ഒന്നിപ്പിക്കുന്നത്, രാജ്യത്തിൻ്റെ ശക്തി ദൃഢീകരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വീണ്ടും വരുന്നുണ്ട് സയണാചാര്യൻ്റെ ഒരു വലിയ കാലം, മൗര്യ സാമ്രാജ്യകാലത്ത്. മൗര്യകാലത്തും ഇതുപോലെ തന്നെ സമാജത്തിനകത്ത് ശൈഥില്യം വന്നു. ശൈഥില്യം വന്നപ്പോൾ ആ ശൈഥില്യത്തിൽ നിന്ന് സമാജത്തെ, രാഷ്ട്രത്തെ രക്ഷിച്ചത് സയണൻ എന്ന് പറഞ്ഞ സയണാചാര്യനായിരുന്നു. മറാത്ത നമുക്കറിയാം, സമർത്ഥ രാംദാസ് ഏത് തരത്തിലാണ് ആ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള വേലകൾ ചെയ്തത് എന്ന്. അപ്പോൾ ഈ വിധത്തിൽ സമാജത്തിൻ്റെ ഏത് പ്രശ്നങ്ങളും അത് ധർമ്മത്തെ മുൻനിർത്തി, രാഷ്ട്രക്ഷേമത്തെ മുൻനിർത്തി എപ്പോഴും പ്രവർത്തിക്കാൻ സജ്ജമായിട്ടാണ് സന്യാസിമാർ അതുകൊണ്ട് തന്നെ പ്രവർത്തിച്ചത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആപ്തവാക്യമാണ്, രാമകൃഷ്ണ മിഷൻ്റെ ഈ ആപ്തവാക്യമാണ് കേരളത്തിലുള്ള എല്ലാ സന്യാസിമാരും എടുത്തിട്ടുള്ളത്. വളരെ അപൂർവം, ചിലപ്പോൾ ഒരു ചില ആശ്രമങ്ങൾ ഈ പറഞ്ഞതുപോലെ സ്വന്തം സ്കൂള്, ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ തന്നെയും അപ്പോഴും ആ നിമിഷത്തിലും അവരുടെ ഉള്ളിലും സമാജത്തിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നതിനുള്ള എല്ലാ മനസ്സും
ഒന്നിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട് കാണുന്നില്ല. സ്വന്തം കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ സമാജത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന രീതിയിലാണ് സന്യാസിമാർ പ്രവർത്തിച്ചു വരുന്നത്. പിന്നെ മറ്റൊരു പ്രശ്നമുള്ളത്, സമാജത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് വാസ്തവത്തിൽ സന്യാസി എന്ന് പറയുന്നത്. സമാജത്തിന് ഏതെങ്കിലും ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സന്യാസിയിലും വരും. നല്ല ഗൃഹസ്ഥനല്ല എങ്കിൽ നല്ല ബ്രഹ്മചാരി ഉണ്ടാവില്ല, നല്ല ബ്രഹ്മചാരി അല്ലെങ്കിൽ നല്ല സന്യാസി വരില്ല. അപ്പോൾ സമാജം ശക്തമാകുക, നമ്മൾ ഗൃഹസ്ഥന്മാർ നന്നായിട്ട് നല്ല ദൃഢമായി ശാക്തീകരണത്തിലെത്തിയാൽ നല്ല സന്യാസികൾ ഈ ദേശത്തുണ്ടാവും. ആ സന്യാസികളിൽ നിന്ന് നമുക്ക് ഇതുപോലെ തന്നെയുള്ള എല്ലാ നന്മകളും നമ്മുടെ ദേശത്തിന് ഉണ്ടാവുകയും ചെയ്യും, കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ലോകം ദേശം സൃഷ്ടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴും എനിക്ക് ആ വാക്ക് കിട്ടിയില്ല, ഇപ്പോഴും അത് വന്നു, പക്ഷേ എന്നിട്ട് മറന്നുപോയി. എനിക്കിപ്പോൾ വല്ലാത്തൊരു അസുഖം അങ്ങനെ വരുന്നുണ്ട്. പറഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ആ ഒരു സംഗതി ഇടയ്ക്കൊന്ന് കയറി വരും, പിന്നെ അങ്ങ് വിട്ടുപോകും. അതായത് സംഗതി ഇതാണ്, ഈ നമ്മുടെ പൂർവ്വകാലത്ത് ഋഷിമാർ തപസ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, എന്നാണോ ഈ ശിരസിൽ വന്ന് പക്ഷികൾ കൂടുകൂട്ടുക, ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. ഇതായിരുന്നു ഞാൻ ഓർത്തത്. ഇതിലപ്പുറം ഒരു ഉദാരചരിതന്മാരാകാൻ പറ്റില്ല ഒരാൾക്ക്, ലോകത്തിൽ ഒരാൾക്കും പറ്റില്ല. എന്നാണോ ഈ ശിരസിൽ വന്ന് കിളികൾ കൂടുകൂട്ടുക, ഈ കിളികൾ കൂടുകൂട്ടാൻ പ്രതീക്ഷിച്ചിരിക്കുന്നവരായിരുന്നു വാസ്തവത്തിൽ ഈ ഉദാരചരിതന്മാർ. അവർക്ക് ലോകം ഒരു തറവാടാണ്. ഇതായിരുന്നു ആദർശം. ലോകം ഒരു വീടാണ്. ഈ ലോകം ഒരു വീടാണ് എന്ന കൺസെപ്റ്റിൽ ലോകത്തിൽ ഒരു രാജ്യങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. മറ്റ് രാജ്യങ്ങളൊക്കെ ഏതെങ്കിലും മതത്തിൻ്റെ പേരിൽ മറ്റേതെങ്കിലും സിദ്ധാന്തങ്ങളുടെ പേരിലാണ്. ഭാരതം സൃഷ്ടിക്കപ്പെട്ടത് ഈ ഒരു ആദർശത്തിൻ്റെ പേരിലാണ്. എന്താണ്? വസുധൈവ കുടുംബകം, ഒറ്റ വീട്. ആ ഒറ്റ വീട് എന്നുള്ള ആദർശം വന്നത് എന്നാണോ തൻ്റെ ശിരസിൽ വന്ന് കിളികൾ കൂടുകൂട്ടുക എന്ന തരത്തിൽ ഉദാരചരിതനായിരുന്ന സന്യാസിമാരിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈ ഭാരതം സൃഷ്ടിച്ചത് തന്നെ സന്യാസിമാരാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ഷേമം ഉറപ്പാക്കേണ്ടത് സന്യാസിമാരാലാണ്. ആ ദൗത്യം ഏറ്റെടുത്ത് വേണം അതുകൊണ്ട് തന്നെ സന്യാസിമാർ പ്രവർത്തിക്കുവാൻ. ആ ദൗത്യത്തിലേക്ക് സന്യാസിമാരെ പ്രാപ്തനാക്കാൻ ഗൃഹസ്ഥൻ കൂടി ഉത്തമന്മാരായിട്ട് ജീവിക്കുക എന്നത് മാത്രം പറയുന്നു. ഹരി ഓം.